ഹായ് ഹായ് ഹായ്. നമുക്കേ ഈ ആഴ്ച അശോകൻ ചേട്ടൻ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കയർ ചെയ്ത് അടുത്ത ആഴ്ച മുതൽ അശോകൻ ചേട്ടൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ആദ്യം ഇന്ന് തുടങ്ങുന്നത് ന്യൂ ഗ്രൂപ്പിന്റെ ഒരു ഫോമിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗത്താണ്. അതായത് ഒരു പുതിയ ഗ്രൂപ്പ് തുടങ്ങുന്നത് എങ്ങനെയാണ്, അതിന് പേരിടുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. നമുക്ക് ആ പേജിലേക്ക് തന്നെ പോവാം. അപ്പൻഡിക്സ് എച്ച് അല്ലെങ്കിൽ അനുബന്ധം എച്ച് എന്നാണ് അതിന് പറയുന്നത്. ന്യൂ ഗ്രൂപ്പ് ഫോം, ആൽക്കോളിക്സ് അനോണിമസ് ന്യൂ ഗ്രൂപ്പ് ഫോം, US and Canada. Our membership ought to include all who suffer from alcoholism, hence we may refuse none. We may refuse none who wish to recover. Not ought AA membership ever depend upon money or conformity. Any two or their alcoholics gathered together for sobriety may call themselves an AA group. Provide that as a group they have no other affiliation. Tradition 3, the long form. Each Alcoholics Anonymous group ought to be spiritual entity having but one primary purpose, that of carrying message to the alcoholics who still suffers. Tradition 5, the long form. Unless there is approximate conformity to AA's total tradition, the group can deteriorate and die. 12 steps and total tradition, page 174. അപ്പോ അത് പറയുന്നതെന്ന് വെച്ചാല് നമ്മുടെ ഒരു സെക്കൻഡ് ഒന്നെടുക്കണം. അപ്പൻഡിക്സ് എച്ച് ന്യൂ ഗ്രൂപ്പ് ഫോം, പുതിയ AA ഗ്രൂപ്പിന്റെ രജിസ്ട്രേഷൻ ഫോമിനെ കുറിച്ചാണ് അത് പറയുന്നത്. US and കാനഡയിലുള്ള രജിസ്ട്രേഷനാണ്. ആൽക്കോളിക്സ് അനോണിമസ് AA പുതിയ ഫോമിന്റെ ഗ്രൂപ്പിന്റെ പുതിയ ഗ്രൂപ്പിന്റെ ഫോം എന്നാണ് അതിന്റെ പേര്. അതിനകത്ത് ആദ്യം അവർ പറയുന്നത് ട്രഡിഷൻ 3യെ കുറിച്ചാണ്. മദ്യാസക്തിയിൽ നിന്ന് ദുരിതം അനുഭവിക്കുന്ന എല്ലാവർക്കും AA അംഗത്വം ലഭ്യമാണ്. സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ആരെയും നാം നിരസിക്കരുത്. AA അംഗത്വം പണമോ നിർബന്ധിത അനുസരണമോ അടിസ്ഥാനമാക്കിയായിരിക്കരുത്. മദ്യവിമുക്തിക്കായി ഒരുമിക്കുന്ന 2 or 3 മദ്യാസക്തർക്ക് മറ്റേതെങ്കിലും സംഘടനയുമായി ബന്ധമില്ലെങ്കിൽ തങ്ങളെ ഒരു AA ഗ്രൂപ്പായി വിളിക്കാം. അതായത് മദ്യവിമുക്തിക്കായി ഒരുമിക്കുന്ന 2 or 3 മദ്യാസക്തർക്ക് മറ്റേതെങ്കിലും സംഘടനയുമായി ബന്ധമില്ലെങ്കിൽ തങ്ങളെ ഒരു AA ഗ്രൂപ്പായി വിളിക്കാം. ട്രഡീഷൻ 5 ലോങ് ഫോം ആണ്, ദീർഘരൂപം. ഓരോ AA ഗ്രൂപ്പും ഒരു ആത്മീയ ഘടകമാണ്. അതിന്റെ ഒരു പ്രാഥമിക ലക്ഷ്യം എപ്പോഴും കഷ്ടപ്പെടുന്ന മദ്യാസക്തനിലേക്ക് AA സന്ദേശം എത്തിക്കുക എന്നതാണ്. പിന്നീട് പറയുന്നത് 12 സ്റ്റെപ്സ് ആൻഡ് 12 ട്രഡീഷൻസ്, പേജ് 174 കാര്യമാണ്. AAയുടെ 12 പാരമ്പര്യങ്ങളോട് ഏകദേശമായെങ്കിലും അനുസരണമില്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്രമേണ തകരുകയും ഇല്ലാതാവുകയും ചെയ്യാം. AAയുടെ 12 പാരമ്പര്യങ്ങളോട് ഏകദേശമായെങ്കിലും അനുസരണമില്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്രമേണ തകരുകയും ഇല്ലാതാകുകയും ചെയ്യാം. അപ്പൊ ഗ്രൂപ്പിന്റെ പേര് തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നീട് പറയുന്നത്. AA's tradition suggests that AA group not to be named after a facility or members living or deceased, and that the name of a group not imply affiliation with any sect, religion, organization or institution. അതായത് ഗ്രൂപ്പിന്റെ പേര് തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു ആശുപത്രിയുടെയോ ഒരു സ്ഥാപനത്തിന്റെയോ പേരോ ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ ഒരു AA അംഗത്തിന്റെ പേരോ ഏതെങ്കിലും മതം, സംഘടന, സ്ഥാപനം എന്നിവയുമായി ബന്ധമുണ്ടെന്ന തോന്നൽ നൽകുന്ന പേരോ ഉപയോഗിക്കരുത്. കൃത്യമായിട്ട് അത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും മതം, സംഘടന, സ്ഥാപനം എന്നിവയുമായി ബന്ധമുണ്ടെന്ന് തോന്നൽ നൽകുന്ന പേരോ ഉപയോഗിക്കരുത്. പിന്നീട് പറയുന്നത് എന്തൊക്കെയാണ് അവിടെ കൊടുക്കേണ്ടത്. ഗ്രൂപ്പ് നെയിം, ഗ്രൂപ്പിന്റെ പേര്, ഗ്രൂപ്പ് മീറ്റിംഗ് ലൊക്കേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ഡേറ്റ്, ഗ്രൂപ്പ് ആരംഭിച്ച തീയതി, ഗ്രൂപ്പ് മീറ്റിംഗ് ലൊക്കേഷൻ അല്ലെങ്കിൽ മീറ്റിംഗിന്റെ സ്ഥലം, നമ്പർ ഓഫ് മെമ്പേഴ്സ്, അംഗങ്ങളുടെ എണ്ണം, അഡ്രസ്, വിലാസം, സിറ്റി ഓർ ടൗൺ, നഗരം, പട്ടണം, സ്റ്റേറ്റ് ഓർ പ്രൊവിൻസ്, സംസ്ഥാനം, പ്രവിശ്യ, സിപ്പ് കോഡ് എന്ന് വെച്ചാൽ പോസ്റ്റൽ കോഡ്. പിന്നെ പറയേണ്ടത് മീറ്റിംഗ് ഡേ ആണ്. തിങ്കൾ മുതൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, ഏത് ദിവസങ്ങളിലാണ് അത് അതിനകത്ത് ടിക്ക് ചെയ്ത് കൊടുക്കണം. ഫോമിൽ അങ്ങനെ ഒരു കോളം ഉണ്ട്, ആ കോളത്ത് ഫില്ല് ചെയ്യണം. മീറ്റിംഗിന്റെ സമയം പറയണം, അതും ഒരു കോളം ഉണ്ട്. അടുത്തത് ജനറൽ സർവീസ് റെപ്രസെന്റേറ്റീവിനെ കുറിച്ചുള്ള വിശദമായ ഒരു വിവരണമുണ്ട്. GSR, അതായത് ഗ്രൂപ്പിന്റെ ജനറൽ സർവീസ് റെപ്രസെന്റേറ്റീവിന്റെ പേര്, അദ്ദേഹത്തിന്റെ ഈ അഡ്രസ്, അത് അല്ലെങ്കിൽ വിലാസം, ഇമെയില്, നഗരം, പട്ടണം.
ഏതാണ്? സ്റ്റേറ്റ്, പ്രൊവിൻസ്, അല്ല നഗരം, പട്ടണം എന്ന് പറയുമ്പോഴത്തേക്ക് സിറ്റി, ടൗൺ. പിന്നെ സംസ്ഥാന, പ്രവിശ്യ അല്ലെങ്കിൽ സ്റ്റേറ്റ്, പ്രൊവിൻസ്. പിന്നെ ഫോൺ നമ്പർ, ഫോൺ നമ്പർ വെക്കണം. പിന്നെ അടുത്തതൊരു ഭാഗം കൂടി ഉണ്ട്, ആൾട്ടർനേറ്റ് GSRന്റെ പേര് ഇത് വെക്കണം, ഓർ മെയിൽ കോണ്ടാക്ട്. ഓൾട്ടർനേറ്റ് GSR ഇല്ലെങ്കിൽ ഒരു മെയിൽ കോണ്ടാക്ട് വെക്കണം. എന്തൊക്കെയാണ് ഓൾട്ടർനേറ്റ് GSRന്റെ കാര്യങ്ങൾ പറയേണ്ടത്? അതായത് ഓൾട്ടർനേറ്റ് GSR പേര് പറയണം, നെയിം, ഇമെയിൽ, വിലാസം, അഡ്രസ്സ്, സംസ്ഥാന, പ്രവിശ്യ, സിറ്റി ഓർ ടൗൺ, പോസ്റ്റൽ കോഡ്, പിന്നെ ഫോൺ നമ്പർ. ഏത് സംസ്ഥാനത്താണ്, ഏത് നഗരത്തിലാണ്, ഏത് പോസ്റ്റൽ കോഡാണ്, ഫോൺ നമ്പറും വെക്കണം. പിന്നെയും കുറച്ച് അധിക വിവരങ്ങൾ, അതായത് കുറച്ച് അധിക വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്. ഡസ് യുവർ ഗ്രൂപ്പ് മീറ്റ് ഇൻ എ ഹോസ്പിറ്റൽ, ട്രീറ്റ്മെന്റ് സെന്റർ ഓർ ഡീറ്റോക്സ് സെന്റർ? നിങ്ങളുടെ ഗ്രൂപ്പ് ഒരു ആശുപത്രിയിലോ ചികിത്സാ കേന്ദ്രത്തിലോ ഡീറ്റോക്സ് സെന്ററിലാണോ കൂടിച്ചേരുന്നത്? യെസ് ഓർ നോ, അതെ അല്ലെങ്കിൽ അല്ല എന്ന് അവിടെ മാർക്ക് ചെയ്യണം. അതെ എങ്കിൽ സമൂഹത്തിലെ അംഗങ്ങൾക്കും പങ്കെടുക്കാനാകുമോ? അതെ അല്ല. അതായത് ഏതെങ്കിലും ഇഫ് യെസ് ഇറ്റ് ഈസ് ഓപ്പൺ ടു മെമ്പേഴ്സ് ഇൻ ദ കമ്മ്യൂണിറ്റി ആസ് വെൽ ആസ് ടു പേഷ്യൻസ് ഇൻ ദ സെന്റർ. ആ ആശുപത്രിയിലെയോ ഡീഡിക്ഷൻ സെന്ററിലെയോ ചികിത്സാ കേന്ദ്രത്തിലെയോ ഡീറ്റോക്സ് സെന്ററിലെയോ രോഗികൾക്ക് കൂടാതെ മറ്റുള്ളവർക്കും പങ്കെടുക്കാൻ കഴിയുമോ? അതെ അല്ലെങ്കിൽ അല്ല എന്നുള്ളൊരു വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡയറക്ടറിയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തണമോ എന്നാണ് അടുത്ത ചോദ്യം. ഇഫ് ദ group is to be listed in the directory, please provide the telephone number and mailing address for the GSR, alternate GSR or group contact. Listing in the directory is for 12th step referral and for meeting information. The GSRs or other contact name and telephone number will be included in the directory with the group's name and service number. അതായത് ഡയറക്ടറിയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തണമോ? അതെ അല്ലെങ്കിൽ അല്ല എന്ന് കൊടുക്കണം. അതിന്റെ ഒരു ഒപ്പുണ്ട്, തീയതിയുണ്ട്. ഫോം പൂരിപ്പിച്ച ശേഷം ജനറൽ സർവീസ് ഓഫീസിലേക്ക് നിങ്ങൾക്ക് അയക്കാം. വിവരങ്ങൾ രജിസ്റ്റർ ചെയ്ത ശേഷം 30 ദിവസത്തെ പെൻഡിങ് കാലയളവ് ഉണ്ടായിരിക്കും. തുടർന്ന് ന്യൂ ഗ്രൂപ്പ് ഹാൻഡ് ബുക്ക് ഗ്രൂപ്പിന് അയച്ചു തരുന്നതാണ്. അതായത് കുറെ പാംലെറ്റുകളും അല്ലെങ്കിൽ ഹാൻഡ് ബുക്കും അടങ്ങിയ കുറെ ഇതും അവർ അയച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് അതിനകത്ത് GSRന്റെ കോണ്ടാക്ട് കൊടുക്കണം, ഓൾട്ടർനേറ്റ് GSRന്റെ കോണ്ടാക്ട് കൊടുക്കണം. ലിസ്റ്റിംഗ് ഇൻ ദ ഡയറക്ടറി ഫോർ ഇറ്റ്സ് 12 സ്റ്റെപ്പ് അറൈവൽ. For more arrival and for meeting information, the GSR name and the telephone number will be included in the directory with the group's name and the survey. അങ്ങനെ അർത്ഥ ഭാവമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത്, അപ്പൊ അതിനകത്ത് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. വേൾഡ് സർവീസ് ഇൻകോർപ്പറേഷൻ, ഗ്രാൻഡ് സെൻട്രൽ സെഷൻ, PO ബോക്സ് PO 459 ന്യൂയോർക്ക് 10163. പിന്നെ മെമ്പർമാർക്കുള്ള സർവീസിന് 212870 30003 മെമ്പേഴ്സ് സർവീസ് @ja.org. അങ്ങനെ ഒരു മെയിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 30 ദിവസത്തെ കാലയളവ് ഉണ്ടാകും. Once complete information is entered in the database by GSO or by the area registry or group will be subject to 30 days pending period. Once the pending period expires, a new grant book is mailed with should arrive within 7 to 14 business days. 7 മുതൽ 14 വരെ ഉള്ള ബിസിനസ് ഡേയ്സിൽ നമുക്ക് ഹാൻഡ് ബുക്ക് കിട്ടും. ഹാൻഡ് ബുക്ക് കണ്ടന്റ്സ് ആർ അവൈലബിൾ ഓൺ ദ ഗ്രൂപ്പ് ലൈഫ് പേജ് അറ്റ് www.org. ഇതിനകത്ത് എന്തൊക്കെയാണ് ആ ഗ്രൂപ്പിന് ഈ പറയുന്ന ഹാൻഡ് ബുക്ക് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ www.org ഗ്രൂപ്പ് ലൈഫ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട്, അവിടെ പോയിട്ട് ചെക്ക് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. പിന്നെ അതിനകത്ത് ഡെലിഗേറ്റ് ഏരിയ നമ്പർ ഉണ്ട്, ഡിസ്ട്രിക്ട് നമ്പർ ഉണ്ട്, ഗ്രൂപ്പ് സർവീസ് നമ്പർ അസൈൻഡ് ബൈ GSO നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ന്യൂ ഗ്രൂപ്പ് ഫോം ആരംഭിക്കുന്നത്.